ആർത്തലച്ചു നിൽക്കുന്ന മഴയെ നോക്കി നിൽക്കുവാണ് വസുന്ധര. അവർക്ക് പുറകിലെല്ലാം അറിഞ്ഞേ തീരൂ എന്ന വാശിയിൽ ചന്ദ്രുവും. എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ് നിന്റെ അച്ഛൻ. തന്നെ കുട്ടിക്കാലം മുതലേ ശേഖരൻ വസുന്ധരയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞാണ് എൻ്റെ അച്ഛനും അമ്മയും അദ്ദേഹത്തിൻ്റെ അമ്മയും എന്നെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എനിക്കിഷ്ടമായിരുന്നു. തുറന്നു പറഞ്ഞില്ലെങ്കിലും ആ ഇഷ്ടം എന്നും സൂക്ഷിച്ചു വെച്ചു. എന്നെ വിവാഹം കഴിക്കുന്നതിൽ അദ്ദേഹത്തിന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ബിസിനസ്സെല്ലാം അദ്ദേഹത്തെ ഏൽപ്പിച്ചതിനു ശേഷം ഞങ്ങളുടെ വിവാഹം നടത്താമെന്നായിരുന്നു എല്ലാവരും തീരുമാനിച്ചത്. പക്ഷേ വിവാഹത്തിന് മുൻപ് കുറച്ചു കാലം സംഗീതം പഠിക്കണമെന്ന വാശി പിടിച്ച അദ്ദേഹം പട്ടാമ്പിക്ക് പോയിരുന്നു. അവിടെ വെച്ചാണ് ഞങ്ങളുടെ ജീവിതം മാറി തുടങ്ങിയത്. 6 മാസത്തിനു ശേഷം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പോയതിനേക്കാൾ എന്തൊക്കെയോ മാറ്റം അദ്ദേഹത്തിൽ വന്നതുപോലെ ഞങ്ങൾക്ക് തോന്നി. അധികം ആരോടും മിണ്ടാതെയുള്ള നടത്തവും മൊത്തത്തിൽ ഒരു ഗൗരവവും പണ്ട് തൊട്ടേ എന്നോടധികം അടുപ്പം കാണിക്കാത്തത് കൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല. പെട്ടെന്നാണ് ഞങ്ങളുടെ വിവാഹം നടത്തണമെന്ന് അമ്മ വാശി പിടിച്ചത്. അതുവരെ 2 വർഷം കഴിഞ്ഞ് ശേഖരേട്ടൻ ബിസിനസ്സൊക്കെ ഏറ്റെടുത്ത് നടത്തി വന്നതിന് ശേഷം മാത്രം വിവാഹം മതി എന്ന് പറഞ്ഞിരുന്ന അമ്മ തന്നെ പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസത്തിനകം വിവാഹത്തിനുള്ള ഡേറ്റ് തീരുമാനിക്കുകയും ചെയ്തു. ഞാനും ഒരുപാട് സന്തോഷിച്ചു. കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന ആളുമായുള്ള വിവാഹം. ഒരുപാട് സ്വപ്നങ്ങളുമായി ആ ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരുന്നു. പക്ഷേ അപ്പോഴും ശേഖരേട്ടൻ എനിക്ക് മുഖം തന്നിരുന്നില്ല. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തീരുമാനിച്ച ഈ വിവാഹം അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്നും വിവാഹശേഷം എൻ്റെ സ്നേഹം കൊണ്ടെല്ലാം മാറ്റിയെടുക്കാൻ കഴിയുമെന്നും ഞാൻ കരുതി. വിവാഹം ഈശ്വരമഠത്തിൻ്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടത്താൻ നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ തലേന്ന് റിസപ്ഷൻ ഇവിടെ വെച്ചായിരുന്നു. വിവാഹത്തിൻ്റെ തലേന്ന് രാത്രി ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ നിന്നത്. അന്നത്തെ റിസപ്ഷൻ ഗംഭീരമായി നടന്നു. എന്നാൽ റിസപ്ഷനിടയ്ക്ക് നിന്ന് വിയർക്കുന്ന അദ്ദേഹത്തെ ഞാൻ കണ്ടു. എങ്കിലും അന്നത്തെ ടെൻഷൻ കൊണ്ടാണ് എന്ന് കരുതി. അങ്ങനെ റിസപ്ഷൻ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. പക്ഷേ എല്ലാവരും പോയിട്ടും റിസപ്ഷൻ ഹാളിൽ തന്നെ ഇരിക്കുന്ന ആ സ്ത്രീയിലേക്ക് എൻ്റെ ശ്രദ്ധ പോയി. അവരുടെ അടുത്തേക്ക് ഞാൻ പോകുന്നതിന് മുൻപ് ഈശ്വരി അമ്മ അവർക്കടുത്തെത്തിയിരുന്നു. വെളുത്ത ഒത്ത നിറവും ഉയരവുമുള്ള സുന്ദരി, അല്ല സുന്ദരി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, അപ്സരസ് തന്നെ. അവരുടെ നീണ്ട മുടിയിഴകൾ ഒരു വശത്തേക്ക് പിന്നിയിട്ടിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സുന്ദരി. പക്ഷേ അവരുടെ കണ്ണുകളിൽ ഒരു ദൃഢനിശ്ചയം ഗൗരവവുമുണ്ട്. അതുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് പോയത്. എന്നാൽ അവിടെ കണ്ട കാഴ്ചയിൽ ഞാൻ തറഞ്ഞു നിന്നു. ശേഖരേട്ടൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചുലയ്ക്കുന്ന അവരെ, അവരുടെ കൈകളെ ദേഷ്യത്തോടെ തട്ടിമാറ്റുന്ന അദ്ദേഹം, അതെല്ലാം നോക്കി ഞെട്ടലോടെ നിൽക്കുന്ന അമ്മ. പിന്നീട് അവിടെ നടന്ന അവരുടെ സംസാരത്തിൽ നിന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ എന്നെ ആകെ തകർത്തു. ശേഖരേട്ടൻ അവരെ വിവാഹം കഴിച്ചതാണ് എന്നും കഴിഞ്ഞ 6 മാസമായി ശേഖരേട്ടൻ അവരുടെ കൂടെ ആയിരുന്നു എന്നും അവർ പറഞ്ഞപ്പോൾ ഞെട്ടലോടെയാണ് ഞാൻ അവരെ നോക്കിയത്. എന്നാൽ ശേഖരേട്ടൻ അതെല്ലാം എതിർത്തു. അതിൻ്റെ പ്രതിഷേധമായിരുന്നു കുറച്ചു മുൻപ് അവർ കാണിച്ചത്. ആ നിമിഷം സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. ശേഖരേട്ടൻ എനിക്ക് നഷ്ടപ്പെടുമോ എന്നെനിക്ക് ഭയം തോന്നി. അവർ പറയുന്നത് സത്യമായാലും കള്ളമായാലും എൻ്റെ ശേഖരേട്ടൻ എനിക്ക് തന്നെ കിട്ടണമെന്നുള്ള സ്വാർത്ഥതയായിരുന്നു എൻ്റെ ഉള്ളിൽ. കുഞ്ഞുനാൾ തൊട്ടുള്ള എൻ്റെ പ്രണയം ആർക്ക് വേണ്ടിയും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് മറ്റൊന്നും ചിന്തിക്കാതെ ഞാൻ അവരുടെ കാലിലേക്ക് വീണത്. എൻ്റെ ശേഖരേട്ടനെ എനിക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞ് ഞാൻ അവരുടെ കാലിൽ വീണ് കരഞ്ഞപ്പോൾ എനിക്ക് മറുപടി തരുന്നതിന് മുൻപ് അവർ അദ്ദേഹത്തെ ഒന്ന് നോക്കി. അവർക്ക് മുഖം കൊടുക്കാതെ തല താഴ്ത്തി നിൽക്കുന്ന ശേഖരേട്ടനെ ഒന്ന് നോക്കിയതിനു ശേഷം അവരെന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവരായി ഇനി ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പറഞ്ഞു കഴിഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർ ചന്ദ്രുവിനെ ഒന്ന് നോക്കി. അന്ന് ആ സ്ത്രീയുടെ കണ്ണുനീര്, അവരുടെ നിസ്സഹായ അവസ്ഥയോ ഞാൻ കണ്ടില്ല. എൻ്റെ മനസ്സ് നിറയെ അദ്ദേഹം മാത്രമായിരുന്നു. അത് എൻ്റെ സ്വാർത്ഥതയാണോ അതോ എൻ്റെ പ്രണയമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അദ്ദേഹത്തോട് തോന്നിയത് സ്വാർത്ഥമായ പ്രണയമാണ്. അതുകൊണ്ടായിരിക്കാം അന്ന് ചെയ്തത് പാപമാണ് എന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്തത്. എന്നാൽ പോകുന്നതിന് മുൻപ് അവർ ശേഖരേട്ടൻ്റെ അടുത്തേക്ക് പോയി. അന്ന് ശേഖരനേട്ടൻ നോക്കി ദുർഗ പറഞ്ഞ വാക്കുകൾ
അവരുടെ ചെവിയിൽ മുഴങ്ങി. ഞാൻ സ്നേഹിച്ചത് ഒരാണിനെയാണെന്നാ കരുതിയത്. പക്ഷേ നിങ്ങൾ ആണത്വമില്ലാത്തവനാണെന്ന് ഞാൻ തിരിച്ചറിയാൻ വൈകി. പ്രണയിച്ച് വിവാഹം കഴിച്ച പെണ്ണിനെ ഏത് പ്രതിസന്ധിയിലും ചേർത്ത് പിടിക്കുന്നവരാണ് യഥാർത്ഥ ആണ്. അല്ലാതെ നിങ്ങളെപ്പോലെ അവളെ ഉപയോഗിച്ച് വലിച്ചെറിയുന്നവന് ആ വാക്ക് ചേരില്ല. ഏത് നിമിഷവും നിങ്ങളെന്നെ മറന്ന് ഇവരെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ അപ്പം തന്നെ എൻ്റെ മനസ്സിൽ നിന്നും നിങ്ങളെ ഞാൻ പടിക്ക് പുറത്താക്കി. ഇനി ദുർഗയുടെ ഓർമ്മകളിൽ പോലും നിങ്ങൾക്ക് സ്ഥാനമുണ്ടായിരിക്കുന്നതല്ല. ഇനി ഒരിക്കലും കാണാൻ ഇടവരാതിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദുർഗ ദേഷ്യത്തോടെയും വെറുപ്പോടുകൂടിയും അത് പറയുമ്പോഴും അവരുടെ കണ്ണുകൾ ചുവന്നിരുന്നു. എങ്കിലും ഒരു തുള്ളി കണ്ണുനീർ പോലും വന്നിരുന്നില്ല. ആരോടൊക്കെയുള്ള വാശിയും പകയും മാത്രം ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്നു. എന്നാൽ അവരുടെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കാൻ പോലുമുള്ള ധൈര്യം അദ്ദേഹത്തിനോ അമ്മയ്ക്കോ ഉണ്ടായിരുന്നില്ല. തെറ്റ് പൂർണ്ണമായും ശേഖരേട്ടൻ്റെ ഭാഗത്താണെന്ന് അവർക്കറിയാമായിരുന്നു. അന്ന് ഈ വീട് വിട്ട് അവർ പോയപ്പോൾ എല്ലാം അവിടെയും കൊണ്ട് തീർന്നു എന്നോർത്ത് ഞാൻ ആശ്വസിച്ചു. എന്നാൽ അത് എല്ലാത്തിൻ്റെയും തുടക്കമാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം ഭാര്യയായി ഈ വീട്ടിലേക്ക് കയറി വരുന്നതിൻ്റെ എല്ലാ സന്തോഷവും എന്നിലുണ്ടായിരുന്നു. ദുർഗയുടെ കണ്ണുനീരോ നിസ്സഹായ അവസ്ഥയോ എന്നെ ബാധിച്ചില്ല. എൻ്റെ മനസ്സ് മുഴുവൻ ശേഖരേട്ടൻ മാത്രമായിരുന്നു. ഒരു നിമിഷം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഭയന്നുവെങ്കിലും ദുർഗയുടെ വാക്കുകൾ എനിക്ക് ആശ്വാസമായിരുന്നു. അടുത്ത ദിവസം ആർഭാടപൂർവ്വം ഞങ്ങളുടെ വിവാഹം നടന്നപ്പോഴും എൻ്റെ മുഖത്തേക്ക് നോക്കാത്ത ശേഖരേട്ടൻ എന്നെ വേദനിപ്പിച്ചില്ല. കാരണം ഈ കുറഞ്ഞ സമയം കൊണ്ട് ശേഖരേട്ടനും അവരെ പ്രണയിച്ചിരുന്നു എന്നെനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ അതൊന്നും എന്നെ ബാധിച്ചിരുന്നില്ല. എന്നെ സംബന്ധിച്ച് ഏത് വിധേയനെയും എനിക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കണം, അദ്ദേഹത്തിൻ്റെ ഭാര്യയാകണം എന്ന് മാത്രമായിരുന്നു. എന്നാൽ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ശേഖരേട്ടൻ എന്നിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. വിവാഹം കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ ബിസിനസ് ആവശ്യത്തിനെന്ന് പറഞ്ഞ് അദ്ദേഹം ദുബായിലേക്ക് പോയി. അത് തടയാൻ അമ്മ കുറേ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. പിന്നീടുള്ള 3 മാസം തിരിച്ചു വന്നെന്നെ സ്വമനസ്സോടെ സ്വീകരിക്കുന്ന ശേഖരേട്ടന് വേണ്ടി ഞാൻ കാത്തിരുന്നു. അപ്പോഴെല്ലാം ഈ കുടുംബത്തിന് എന്തുകൊണ്ടും യോഗ്യത എനിക്കാണെന്നും എൻ്റെ പ്രണയം അദ്ദേഹം തിരിച്ചറിഞ്ഞ് എന്നെ സ്വീകരിക്കുമെന്നും അമ്മ എനിക്ക് ധൈര്യം തന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വരവിനായി ഞാൻ കാത്തിരുന്നു. എന്നാൽ എൻ്റെ പ്രതീക്ഷകൾ അവിടെയും തെറ്റി. തിരിച്ചു വന്ന ശേഖരേട്ടൻ എൻ്റെ കയ്യിലേക്ക് തന്നെ വിവാഹ സമ്മാനം ഡിവോഴ്സ് നോട്ടീസ് ആയിരുന്നു. ഈ ജന്മം ദുർഗയെ അല്ലാതെ മറ്റാരെയും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയില്ലെന്നും എന്നോട് ഈ ബന്ധം ഒഴിയണമെന്നും പറഞ്ഞപ്പോൾ അതൊന്ന് കേട്ട് നിൽക്കാനുള്ള ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല. അന്ന് ശേഖരേട്ടൻ്റെ മുൻപിൽ വെച്ച് ആ ഡിവോഴ്സ് നോട്ടീസ് വലിച്ചു കയറി പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ദുർഗയോട് വല്ലാത്ത ദേഷ്യം തോന്നി. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ശേഖരേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് മനസ്സുകൊണ്ട് ഞാൻ ഉറപ്പിച്ചിരുന്നു. പിന്നെയും ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം മാത്രം മാറിയില്ല. ഒരേ മുറിയിൽ അപരിചിതരെ പോലെ ഞങ്ങൾ കഴിഞ്ഞു. എന്തൊക്കെ ഞാൻ ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദുർഗയ്ക്കുള്ള സ്ഥാനം നേടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എത്രയൊക്കെ സ്നേഹം കാണിച്ചിട്ടും എൻ്റെ സ്നേഹത്തിന് മുഖം തിരിക്കുന്ന ശേഖരേട്ടനെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലെ വേദന കൂടി. പക്ഷേ ആ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. മാറ്റമില്ലാത്ത 5 വർഷങ്ങൾ കടന്നുപോയി. അപ്പോഴും ഞങ്ങൾക്കിടയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ അദ്ദേഹത്തിനുള്ള എൻ്റെ പ്രണയം കൂടി വന്നു. ഞങ്ങളുടെ 5ാം വിവാഹ വാർഷികത്തിൻ്റെ അന്ന് ശേഖരേട്ടൻ വരില്ല എന്നറിഞ്ഞിട്ടും ഞാൻ കാത്തിരുന്നു. പക്ഷേ പതിവിന് വിപരീതമായി അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരിക മാത്രമല്ല, എന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. അന്ന് അദ്ദേഹം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്നെ സ്നേഹിക്കുമ്പോൾ ആ മനസ്സിൽ എൻ്റെ സ്ഥാനത്ത് ദുർഗയ്ക്കായിരുന്നു എന്ന് ഞാൻ വേദനയോടെ മനസ്സിലാക്കി. ഒരു ഭാര്യ എന്ന നിലയിലും ഒരു സ്ത്രീ എന്ന നിലയിലും ഞാൻ പൂർണ്ണമായും തകർന്നു. ഒരിക്കലും ആ മനസ്സിൽ ദുർഗയ്ക്കുള്ള സ്ഥാനം എനിക്ക് കിട്ടില്ലെന്ന് അന്നെനിക്ക് ബോധ്യപ്പെട്ടു. അടുത്ത ദിവസം ഒരു മാപ്പ് പറച്ചിലിൽ ഒതുക്കിക്കൊണ്ട് ശേഖരേട്ടൻ എൻ്റെ മുറിയിൽ നിന്ന് പോയപ്പോൾ ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നായിരുന്നു മനസ്സ് നിറയെ. പക്ഷേ അതിനും കഴിഞ്ഞില്ല. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. അന്ന് വീട് വിട്ടു പോയ ശേഖരേട്ടൻ പിന്നെ വന്നത് ഞാൻ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോഴാണ്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ജീവിതകാലം മുഴുവൻ നമ്മുടെ കുഞ്ഞിനൊരു നല്ലച്ഛനാവാൻ മാത്രമേ എനിക്ക് കഴിയൂ. നീ ആഗ്രഹിക്കുന്നത് പോലെ
നിനക്കൊരു ഭർത്താവാകാൻ എനിക്കൊരിക്കലും കഴിയില്ല എന്ന് മാത്രമാണ്. എന്നിട്ടും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്നു. നീ എൻ്റെ വയറ്റിൽ ജന്മമെടുത്തത് മുതൽ എന്നെങ്കിലും നിനക്ക് വേണ്ടിയെങ്കിലും അദ്ദേഹം എന്നെ സ്വീകരിക്കുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. പക്ഷേ അപ്പോഴും മാറ്റമൊന്നും ഉണ്ടായില്ല. നിന്റെ ജനനം അമ്മയെ സംബന്ധിച്ച് അവർക്കൊരുപാട് സന്തോഷം നൽകിയ വാർത്തയായിരുന്നു. അവരുടെ സ്വത്തുകൾക്ക് ഒരു അനന്തരാവകാശി ജനിച്ചു എന്നതിനേക്കാൾ ഈ കാരണം കൊണ്ട് ദുർഗയിനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കൊരു തടസ്സമായി വരില്ല എന്നും അമ്മ വിശ്വസിച്ചു. നിനക്ക് അദ്ദേഹം നല്ലൊരു അച്ഛനായിരുന്നു. പലപ്പോഴും ഒരു ഭാര്യയുടെ എല്ലാ അധികാരവും ഞാൻ അദ്ദേഹത്തിൽ പ്രകടിപ്പിച്ചു. പക്ഷേ എനിക്ക് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനം പോലും അപ്പോഴും ലഭിച്ചില്ല. കൂടാതെ ആ സ്ഥാനം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്ന എന്നോട് അദ്ദേഹത്തിന് വെറുപ്പ് തോന്നി തുടങ്ങി. വീണ്ടും കണ്ണീരുമായുള്ള കാത്തിരിപ്പ്. അങ്ങനെ വീണ്ടും 1 വർഷങ്ങൾക്ക് ശേഷം നീ എങ്ങനെ എനിക്ക് ജനിച്ചോ അതുപോലെ തന്നെ ആവണി മോളും എന്നിൽ പിറവിയെടുത്തു. അപ്പോഴും അദ്ദേഹത്തിന് എന്നോട് ഒരു തരി പോലും സ്നേഹം തോന്നിയില്ല. പലപ്പോഴും ലഹരിയിൽ അദ്ദേഹത്തിന് ഞാൻ ദുർഗയായിരുന്നു. അയാൾ പ്രണയിച്ചതും കാമിച്ചതും ഭാര്യയായി അംഗീകരിച്ചതുമെല്ലാം ദുർഗയെ മാത്രമായിരുന്നു. നിനക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അഭിമന്യു ഞങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്. ആവണി മോളെ പ്രസവിച്ച് 3 മാസം കഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. പെട്ടെന്നാണ് വീട്ടിലേക്ക് അദ്ദേഹം കടന്നു വന്നത്. കൂടെ 10 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയും. കണ്ടാൽ ആർക്കും ഓമനത്വം തോന്നുന്ന ഒരു സുന്ദരൻ. എന്നാൽ ആ കുഞ്ഞ് ശേഖരേട്ടനും ദുർഗയിലും ജനിച്ചതാണെന്നറിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി. ഞാൻ മാത്രമല്ല, അന്ന് ദുർഗ ഇവിടെ നിന്ന് പോകുമ്പോൾ ഗർഭിണിയായിരുന്നു എന്ന വാർത്ത അമ്മയെയും ഞെട്ടിച്ചിരുന്നു. ദുർഗ മരിച്ചെന്നും ഇനിയുള്ള കാലം ആ കുഞ്ഞു ശേഖരേട്ടൻ്റെ മൂത്ത മകനായി ഈശ്വരമഠത്തിൽ വളരുമെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ എതിർക്കാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ അപ്പോഴും കേട്ടതൊന്നും വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാതെ ഞാൻ തകർന്നിരുന്നു. അന്ന് അബിയെ ഈ വീട്ടിലാക്കിയതിനു ശേഷം അടുത്ത ദിവസം തന്നെ ശേഖരേട്ടൻ ദുബായിലേക്ക് പോയിരുന്നു. പോകുന്നതിന് മുൻപ് അബിക്കിവിടെ ഒരു കുറവും ഉണ്ടാവരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നാൽ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ലാതെ അവൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു. പലപ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിക്കുമ്പോഴും ഭക്ഷണം വാരിത്തരുമ്പോഴും ഒരു ചുവരിനപ്പുറം നിന്ന് എന്നെ നോക്കുന്ന ആ കുഞ്ഞിനോട് ഞാൻ വെറുപ്പോടെ പലപ്പോഴും മുഖം തിരിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സ് നിറയെ ആ കുഞ്ഞിനോട് അവൻ്റെ അമ്മയോടും ദേഷ്യവും വെറുപ്പും മാത്രം നിറഞ്ഞു നിന്നു. എത്രയൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദുർഗയാണ് എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന എൻ്റെ സ്ഥാനം അവരെക്കാൾ മുകളിലാണെന്നും ഓർത്ത് ഞാൻ സമാധാനിച്ചിരുന്നു. എന്നാൽ എനിക്ക് മുൻപ് ശേഖരേട്ടൻ്റെ കുഞ്ഞിനെ ചുമന്ന് പ്രസവിച്ചത് ദുർഗയാണെന്നോർക്കെ എനിക്ക് സഹിക്കാൻ കഴിയാതെയായി. എല്ലാ തരത്തിലും ഞാൻ പരാജയപ്പെട്ടതുപോലെ, ഒരു രീതിയിലും എനിക്ക് ശേഖരേട്ടൻ്റെ ഉള്ളിൽ സ്ഥാനം പിടിക്കാൻ കഴിയാത്തതുപോലെ ഞാൻ നീറി. ആ കുഞ്ഞിനെ കാണുമ്പോഴെല്ലാം എൻ്റെ ഉള്ളിൽ അപമാനവും നാണക്കേടും വേദനയും വന്നു നിറഞ്ഞു. അതെല്ലാം ഞാൻ ആ കുഞ്ഞിനെ അവഗണിച്ചു തീർത്തു. അമ്മയും അവനെ പരമാവധി ഉപദ്രവിക്കുമായിരുന്നു. മുറിയിലിട്ട് പൂട്ടിയും ഭക്ഷണം കൊടുക്കാതെയും ഉപദ്രവിച്ച് മാസങ്ങൾ കടന്നുപോയി. പല രാത്രിയിലും പട്ടിണി കിടന്ന് അടികൊണ്ട് വേദനിച്ച് അവനെ വീട്ടിൽ കഴിഞ്ഞുകൂടി. അപ്പോഴും എൻ്റെ മനസ്സ് കല്ലുപോലെ ഉറച്ചു നിന്നു. ദുർഗയോടുള്ള എൻ്റെ പക, അത് ഞാൻ ആ കുഞ്ഞിൻ്റെ നിസ്സഹായാവസ്ഥയെ നോക്കി നിന്ന് തീർത്തു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ശേഖരേട്ടൻ പോയതിനു ശേഷം പിന്നെ ഒരിക്കൽ പോലും തറവാട്ടിലേക്ക് വിളിക്കുകയോ വിവരങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിരുന്നില്ല. അതെല്ലാം എന്നെ വല്ലാതെ നോവിച്ചു. ആവണി മോളെ ഒന്ന് കാണാൻ പോലും മനസ്സ് കാണിക്കാതെ പോയ ശേഖരേട്ടനോട് എനിക്ക് ദേഷ്യം കൂടി. ആളില്ലാത്ത അബിയെ കുറ്റപ്പെടുത്തി ഞാൻ തീർത്തു. അമ്മയ്ക്ക് അബിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ഭയന്ന് അമ്മ അതിന് തുനിഞ്ഞില്ല. അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് അബിയെ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു. പക്ഷേ അവനെ വീട്ടുജോലി ചെയ്യിച്ചതിന് ശേഷം മാത്രമേ അമ്മ അവനെ സ്കൂളിൽ വിടാറുണ്ടായിരുന്നുള്ളൂ. നിനക്കും ആവണി മോൾക്കും അമ്മ സ്നേഹം നൽകുമ്പോൾ അവനെ പരമാവധി ഉപദ്രവിച്ചു. പക്ഷേ അപ്പോഴും കണ്ണു നിറച്ചു നിൽക്കുകയല്ലാതെ ഒരക്ഷരം അവൻ എതിർത്ത് പറഞ്ഞില്ല. 5 വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. അതിനിടയിലാണ് ശേഖരേട്ടന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന വിവരം ഞങ്ങൾ അറിയുന്നത്. ആകെ തകർന്നു നിൽക്കുന്ന ഈശ്വരമഠത്തിൻ്റെ അടിവേരിളക്കാൻ ത്രാണിയുള്ള വാർത്തയായിരുന്നു അത്. ഞങ്ങളെല്ലാവരും തകർന്നുപോയി. എന്നെ പൂർണ്ണമായും തകർത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. അദ്ദേഹത്തിൻ്റെ മൃദുശരീരം കണ്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അന്ന് നടന്നതൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. ആകെ ഒരു മരവിപ്പായിരുന്നു.
മനസ്സും ശരീരവും കുഞ്ഞിനെ പോലും ശ്രദ്ധിക്കാതെ ഒരു ഭ്രാന്തിയെ പോലെ ഞാൻ ആ മുറിയിൽ ഒതുങ്ങിക്കൂടി. പിന്നെയും ദിവസങ്ങൾ കടന്നു പോയപ്പോൾ അദ്ദേഹം മരിച്ചു 16-ൻ്റെ അന്ന് അമ്മൻ്റെ അടുത്തേക്ക് വന്നു. കുട്ടികളില്ലാത്തൊരു വിദേശ ദമ്പതികൾക്ക് അവർ അബിയെ ദത്ത് കൊടുക്കുവാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. അടുത്ത ദിവസം അബിയെ അവർ കൊണ്ടുപോയി എന്നും അമ്മ പറഞ്ഞു. ആ വാക്കുകൾ വിശ്വസിച്ച് ആ വീട്ടിൽ കഴിയുമ്പോൾ അവൻ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് ഞാനും കരുതി. അല്ലെങ്കിലും ഇനി ആർക്ക് വേണ്ടി ഞാൻ അവനെ വെറുക്കണമെന്ന ചിന്തയായിരുന്നു മനസ്സ് നിറയെ. അപ്പോഴും ആ വീട്ടിൽ നിരകിക്കുന്ന അബിയെക്കുറിച്ച് ഞാൻ ഓർത്തില്ല. അടുത്ത ദിവസം തന്നെ അവൻ അവരുടെ കൂടെ പോയിരുന്നു. പോകുന്നതിന് മുൻപ് അവനെ ഒന്ന് കാണാൻ പോലും എനിക്ക് തോന്നിയില്ല. അവന് പോയതിനു ശേഷം ജോലിക്കാരി പറഞ്ഞാണ് പലതും ഞാൻ അറിഞ്ഞത്. അച്ഛൻ്റെ ശരീരം പോലും കാണാൻ അനുവദിക്കാതെ അമ്മ അവനെ മുറിയിലിട്ട് പൂട്ടിയിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മകനുണ്ടെന്ന് ആരും അറിയരുത് എന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. വരുന്നവരുടെ മുൻപിൽ അവൻ ശേഖരേട്ടൻ്റെ മകനാണെന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ചടങ്ങുകൾ തീരുന്നവരെയുള്ള 3 ദിവസം അവൻ ആ ഇരുട്ടുമുറിയിൽ തന്നെ ഭക്ഷണവും വെള്ളമില്ലാതെ കഴിച്ചുകൂട്ടി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ആ മുറിയുടെ കതക് തുറക്കുന്നത് പോലും. ഭക്ഷണവും വെള്ളവുമില്ലാതെ ബോധം കെട്ട് കിടക്കുന്ന ആ 10 വയസ്സുകാരനെ ജോലിക്കാരിയാണ് എടുത്ത് വെള്ളം കൊടുത്തത്. പിന്നീടുള്ള ദിവസങ്ങൾ അവനെ അമ്മ സ്കൂളിൽ പോലും വിടാതെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞപ്പോൾ അന്നാദ്യമായി ചെയ്തു പോയ തെറ്റുകളിൽ എനിക്ക് കുറ്റബോധം തോന്നി. പിന്നെ ഇത്രയൊക്കെ ചെയ്ത അമ്മ അവനെ മറ്റൊരു കുടുംബത്തിന് ദത്തു കൊടുത്തു എന്ന് പറഞ്ഞതിന് എനിക്ക് ആദ്യമായി സംശയം തോന്നി. ശേഖരേട്ടൻ മരിക്കുന്നത് വരെ അവനെ ഒന്ന് കാണാൻ പോലും വരില്ല എങ്കിലും ദൂരെ നിന്ന് അവൻ്റെ ഓരോ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കാറുണ്ട്. മാസത്തിൽ ഒരിക്കൽ വരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അവനോട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തെ അറിയിക്കാറുണ്ടായിരുന്നു. എന്നാൽ അമ്മയുടെ കയ്യിൽ വണ്ണമുള്ള ചൂരലിനെ പേടിച്ച് അവനൊന്നും പറയാറില്ല. ഇനി അമ്മയ്ക്ക് ആരെയും പേടിക്കേണ്ട. അവന് സ്വന്തമായിപ്പോൾ ഈ ലോകത്ത് ആരുമില്ല എന്ന് അമ്മയ്ക്കറിയാം. അതവരെ കൂടുതൽ ശക്തിയാക്കും. അന്ന് അമ്മ വന്ന ഉടനെ ഞാൻ അതിനെക്കുറിച്ച് തിരക്കിയപ്പോൾ അവസാനം എൻ്റെ നിർബന്ധം സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ അവനെ ദൂരെയുള്ള ഒരു ഓർഫനേജിലേക്ക് മാറ്റാനായിരുന്നു പ്ലാനെന്നും എന്നാൽ പോകുന്നതിനിടയിൽ വെച്ച് അഭിരക്ഷപ്പെട്ടു എന്നും അമ്മ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു. അതല്ലാതെ മറ്റൊന്നിനും എനിക്ക് കഴിയില്ലായിരുന്നു.